ഒന്ന് നിന്നേ. അച്ഛനുണ്ടോ വീട്ടില്? പെണ്ണുങ്ങളെ വഴി തടഞ്ഞെടുത്ത് സംസാരിക്കുന്നതേ അത്ര വലിയ ആണത്തൊന്നുമല്ല. തന്നെ മാറിയേ. ശോ, ഇങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രം ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് വൈദ്യരെ ഒന്ന് കാണണം. വീട്ടിലുണ്ടോ എന്ന് ചോദിച്ചു, അത്രയല്ലേ ഉള്ളൂ. ആ, അച്ഛൻ വീട്ടിലുണ്ട്. ഇതങ്ങ് നേരത്തെ പറഞ്ഞ പോരായിരുന്നു. അതെ, പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയതാ. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ദേഷ്യപ്പെട്ടത് മോശമായി പോയി. ക്ഷമിച്ചുകളാ. ദേ, ഇനി ഇതിന്റെ പേര് പറഞ്ഞ് പിണങ്ങരുത് കേട്ടോ. എന്തേലും ഒന്ന് പറഞ്ഞിട്ട് പോകും. സുന്ദര, ഇന്നിനി നമുക്ക് ഒരു പേഷ്യൻസ് ഒന്നും ഇല്ലല്ലോ. ഇനിയൊന്നുമില്ല. വേറെ ഒരു സാധനത്തിനെ കൊണ്ടുവരാൻ ഞാൻ പയ്യൊന്ന് വീട്ടിൽ ഇതിനെവിടെ കൊണ്ടുപോയത്? ഒന്ന് തിരുമാൻ അരകല്ല കളഞ്ഞിട്ട് മിക്സി മേടിക്കടാ. സുന്ദര, ആര് ചോദിച്ചാലും ഞാനിടില്ലെന്ന് പറയണേ. അതെ, ഒരു മരുന്നിന്റെ വിഷയമാണ്. എങ്ങോട്ടേ പോണേ? വാടാ. സുസ്ത്രം സാറോട് ഇല്ല. എന്തോ സുസ്ത്രം സാറോട് ഇല്ലാന്ന്? എന്താ നിന്റെ പേര്? സുന്ദരൻ. നിന്റെ അച്ഛനും അമ്മക്ക് ഇങ്ങനെ തെറ്റു പറ്റൂ? സ്കൂള് തുറന്നിട്ട് സ്കൂളിൽ പോവാതെ ഇവിടെ കിടന്ന് കറങ്ങാ. സ്കൂളിൽ പോടാ. എന്താ കാര്യം? ഞങ്ങക്ക് കുറച്ച് പണിയുണ്ട്. ബോസ്, കുറച്ച് പണി വന്നിട്ടുണ്ട്. വരട്ടെ. ഇന്ന് കുറച്ച് കമ്മീഷൻ കിട്ടും. ബോസ്, ഞാൻ കുറച്ച് പണി വന്നിട്ടുണ്ട്. ആണോ? ആ, 5-6 പേരുണ്ട്. ഓഹോ, ഇവിടുത്തെ എണ്ണ എല്ലാവർക്കും തെക്കിയോ? എണ്ണയൊക്കെ എങ്കിലും എണ്ണ എടുത്ത് പറിച്ചാൽ അല്ലെങ്കിൽ ചായക്കടന്ന് എടുക്കാം, പൊരിച്ച എണ്ണ. കേറ്റുണ്ടല്ലോ. നീ കൊണ്ട് ചായക്കടന്ന് എണ്ണ കൊണ്ടിട്ട് മതാമനെ തിരുമ്പിട്ട് മതാമനെ പറ്റി മീൻ മുള്ളു കൊണ്ട് കയറിട്ടും ആ സാഹിബിനെ ചവിട്ടിക്കൂട്ടി ഓർമ്മയുണ്ടോ? ഇതാരാ നിങ്ങളുടെ കൂടെ വന്നയാളാ? പടങ്ങിക്ക എന്താളയാ? അല്ല സാറേ, ഇവിടത്തെ ഡോക്ടർ ഇല്ലേ സുശ്രുതൻ, അയാളെ വിളിക്കേ. സുശ്രുതനോ? ആ, അയാൾ ഇവിടുത്തെ ഡോക്ടറൊന്നും അല്ല, അയാളുടെ അസിസ്റ്റന്റാ. ഞാനാണ് ഇതിന്റെ ഓണറും പ്രധാന തെറാപ്പിസ്റ്റും. അയാൾ ചെയ്യുന്ന എല്ലാം എന്റെ കോച്ചിങ് അല്ലടാ. യെസ് ബോസ്. കണ്ടോ, എല്ലാവരും പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അല്ല, എല്ലാം അയാൾക്കറിയാം. എന്നാ വന്ന കാര്യം പറ. ഇത് തിരുമല കേന്ദ്രമല്ലേ? നോ 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 നോ, തിരുമല കേന്ദ്രം. ഓ, അതാണ്. ഞങ്ങളൊന്ന് തിരുമാൻ വന്നതാ. അതെ, ശരിക്കും തിരുമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ തിരുമെന്നല്ല ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാനൊരു 6 പേരെ അങ്ങോട്ട് തിരുമും. ഒരു സാമ്പാർ പോലെ കറിയപ്പോ. ഇതെന്താ കയ്യിൽ എണ്ണ? ചക്ക വെട്ടുമായിരുന്നു. അല്ല, കിഴി കുത്തുമായിരുന്നു. സാറ് സുശ്രൻ സാറൊന്ന് വിളിക്ക്. അല്ല, ഇവിടെ ഇത്ര കാര്യങ്ങൾ ഞാനാ ചെയ്യുന്നത്. അയാളെ എന്തിനാ വിളിക്കുന്നത്? അത് വേണ്ട, അദ്ദേഹത്തെ വിളിക്ക്. അല്ല, അയാളെ പിരിച്ചു വിട്ടുന്നു വിളിക്കും. അയാളെ വിളിക്കുന്നത് ഇത്ര നിർബന്ധം? അയാളില്ല. അപ്പൊ പിന്നെ ഈ സാറിനോട് കാര്യം പറയാല്ലേ? ആ, അതെല്ലാം വന്നപ്പോ തൊട്ട് പറയുന്നത്. എന്തുണ്ടാലും എന്നോട് പറയാൻ പറ്റും. സുശ്രുതൊന്നും വേണ്ട. ഇത്ര നിർബന്ധിച്ച സ്ഥിതിക്ക് നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. പക്ഷെ ഇതിനകത്ത് സൗകര്യം കുറവാ. കുഴപ്പമില്ല, എനിക്ക് അകത്ത് സ്പാ വേണമെന്നില്ല. എനിക്കൊരു പുറത്തൊരു പാ വിരിച്ചാലും മതി. അവിടെ സ്പാ നടത്തും. അതുപോലെ ബോസ്, ഈ വർക്ക് ഞാനാ പിടിച്ച. എനിക്ക് കമ്മീഷൻ വേണം. കിട്ടുന്ന പണി ഒന്ന് പുറത്തു പോരും. എന്ത് നല്ല സുന്ദരമായ പ്രദേശം, അടിപൊളി സ്ഥലം. സുന്ദര. യെസ് ബോസ്. പായ എടുത്തോ. പായ വേണ്ട. പായില്ലാതെ ഞാൻ എങ്ങനെ തിരുമും? എടാ പരനാറി, 3 ദിവസത്തെ ലീവിന് എന്റെ ഭാര്യ മസ്കറ്റിൽ നിന്ന് വന്നത്. ഒന്ന് കണ്ണും നോക്കാനുള്ള അവസരം പോലും തന്നില്ല. മൊത്തം ലീക്കാക്കി കളഞ്ഞില്ലടാ നിന്റെ ഡോക്ടർ. അങ്ങനെയാണെങ്കിൽ ഒരു വട്ടം ഞാനങ്ങ് തിരുമ്മിയ. നോ നോ, നിനക്ക് കമ്മീഷൻ വേണ്ട ബോസ്. എനിക്ക് കമ്മീഷൻ വേണ്ട. ഇതേതാ പ്രദേശം? എന്താ നടന്നേ? നീ എന്തൊക്കെയോ മലത്തെന്ന് പറഞ്ഞിട്ടാണല്ലോ കുറെ ഡോക്ടർമാരെ വിളിച്ചുകൊണ്ടുവന്നത്. എന്നിട്ട് ഇപ്പൊ മുടങ്ങാതെ ശമ്പളം മേടിക്കാനല്ലാതെ അവന്മാരെ കൊണ്ടൊരു ഉപകാരമില്ലല്ലോ. ഡാഡി, പുതിയ ചില പ്ലാൻസ് കൊണ്ടുവരണം. ഹെൽത്ത് പാക്കേജസ്, ഫെർട്ടിലിറ്റി ടെസ്റ്റ്, അങ്ങനെ പലതും. കൊച്ചിയില് കണ്ടെയ്നർ വഴി വിദേശത്തെ ഹോസ്പിറ്റലുകളിൽ ഉപയോഗിച്ച പഴക്കം ചെന്ന കുറെ എക്യുപ്മെന്റ്സ് വന്നിട്ടുണ്ട്. ഒന്ന് ബോഡി മാറ്റിയിട്ടാ പുതിയത് പോലും മാറി നിൽക്കും. നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ കൊണ്ട് വെക്കാം. രോഗികൾക്ക് ചിലപ്പോൾ ചില ഇൻഫെക്ഷൻസ് ഒക്കെ വന്നിരിക്കും. ഒന്നും കാര്യമാക്കണ്ട. നമുക്ക് കുറച്ച് പണം ഉണ്ടാക്കാം. അതെ,
15 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്കുണ്ടായ ക്യാൻസർ ഭേദമാക്കാൻ നടത്തിയ റേഡിയേഷൻ ചികിത്സയുടെ പാർശ്വഫലങ്ങളാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ യഥാർത്ഥ അസുഖം. അന്ന് നിങ്ങൾക്ക് വന്ന ആ അസുഖത്തിന്റെ ആധി നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ തളർത്തിയിരിക്കുന്നു. പാടില്ല, ഒരിക്കലും മനസ്സിനെ തളർത്താൻ പാടില്ല. ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിലേ ആരോഗ്യമുള്ള ശരീരമുണ്ടാകൂ. ഒന്നെണീറ്റേ. കൈ 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 ഒന്ന് ഓക്കെ ഓക്കെ. മാഞ്ഞുരാനെ, ഈ ബിസിനസ് ചെയ്യുന്നതും പണമുണ്ടാക്കുന്നതൊക്കെ വേണ്ടത് തന്നെ. പക്ഷേ അതൊന്നും സ്വയം മറന്നുകൊണ്ടാവരുത്. പറഞ്ഞു കേട്ടിട്ടില്ലേ, ഈ ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാനാകൂ. ശരിയാണ് വൈദ്യര് പറഞ്ഞത്. തിരക്കുകൾക്കിടയിൽ എന്നെ നോക്കാൻ ഞാൻ മറന്നുപോയി. അങ്ങയുടെ വാക്കുകൾ വലിയൊരു തിരിച്ചറിവാണ് എനിക്കിപ്പോൾ നൽകുന്നത്. നിങ്ങളൊരു മഹാരോഗിയൊന്നുമല്ല. അത് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തണം. അതാണ് ആദ്യത്തെ ചികിത്സ. പിന്നെ കൃത്യമായ ഭക്ഷണവും സമയത്തിനുള്ള ഉറക്കവും ഞാൻ തരുന്ന മരുന്നും നിങ്ങളിലുള്ള പഴയ മാഞ്ഞൂരാനെ തിരികെ കൊണ്ടുവരും. ഇവിടെ എത്താൻ ഞാൻ വൈകിപ്പോയെന്നൊരു തോന്നൽ. ഞാൻ നിങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തിയത് എന്തിനാണെന്ന് വെച്ചാൽ, കോടികളുടെ മുതലാണ് ഞാൻ ഈ ആശുപത്രിയുടെ വികസനത്തിനായി ഇവിടെ കൊണ്ടിറക്കാൻ പോകുന്നത്. ചിലതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ പുഷ്കരൻ ഇതൊക്കെ ചെയ്യുന്നത്. ഇവിടെ കൊണ്ടുവരുന്ന രോഗികൾക്ക് മരുന്ന് എഴുതി കൊടുക്കാനും ടെസ്റ്റുകൾക്ക് പറഞ്ഞു വിടാനും എനിക്ക് പറ്റില്ല. അതിനാണ് ഞാൻ നിങ്ങളെയൊക്കെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. അതിന് ഞങ്ങൾ എന്താ സാർ ചെയ്യേണ്ടത്? അങ്ങനെ ചോദിക്കേ. കുറിച്ചു കൊടുക്കുന്ന മരുന്നുകൾ നമ്മുടെ ഫാർമസിയിൽ മാത്രമേ കിട്ടാവൂ. അപ്പോ സാർ രോഗികൾ രോഗികൾക്ക് അവിടെ കിടക്കട്ടെ. ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. ഇതൊക്കെ ചെയ്താ ഞങ്ങൾക്ക് എന്താ സാറേ ഗുണം? പറഞ്ഞു കൊണ്ടുവരാ മോനെ. പറയാം. 10,000 രൂപയുടെ മരുന്നുകളും ടെസ്റ്റുകളും എഴുതി കൊടുത്താൽ 30% കമ്മീഷൻ. സർ, ഇതെല്ലാം മെഡിക്കൽ എത്തിക്സിനെതിരല്ലേ? രോഗികളെ ഇങ്ങനെ പിഴിഞ്ഞ് ജീവിക്കണോ? തൻ്റെ ഒരു എത്തിക്സ്. എടോ, എത്തിക്സ് പുഴുങ്ങിത്തിന്നാലേ വയറുന്നറിയില്ല. അതിന് പണം തന്നെ വേണം. മനസ്സിലായോ ഡോക്ടർക്ക്? ഈ ഡോക്ടർ കുപ്പായം തുന്നി കിട്ടാൻ താൻ എത്ര ലക്ഷം രൂപ കൊണ്ടുപോയി പൊടിച്ചിട്ടുണ്ട്? അതെ, ഈ ഇരിക്കുന്ന എല്ലാവരും ലക്ഷങ്ങളും കോടികളും മുടക്കി തന്നെയാണ് ഇവിടെ എത്തിയത്. തന്തയും തലയും ഒന്നും അറിയാതെയല്ലോ ഇത്രയും കാശ് മുടക്കിയത്. ആ കാശ് അവർക്ക് തിരികെ കൊടുക്കണ്ടേ? MD ചെയ്യാൻ കാശില്ലാതെ വീട്ടിൽ കഞ്ഞിയും കറിയും വെച്ച് ജീവിക്കുന്ന എത്ര MBBS ഡോക്ടർമാരുണ്ടെന്ന് തനിക്കറിയാവോ? നിങ്ങൾ ഈ മെഡിക്കൽ റെപ്പന്മാരുടെ കയ്യിൽ നിന്ന് ടിവിയും ഫ്രിഡ്ജും ഒക്കെ വാങ്ങുന്ന കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാം. അതൊക്കെ വാങ്ങിയാ മതിയോ? കൊണ്ടുവയ്ക്കാൻ ഒരു വലിയ വീട് കൂടി വേണ്ടേ ഡോക്ടർ സാറേ? വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്, ഇതുവരെ അങ്ങനെ ഒരു കച്ചവടം ഞാൻ എൻ്റെ മെഡിക്കൽ ലൈഫിൽ ചെയ്തിട്ടില്ല. ഞങ്ങൾ പഠിച്ച് പാസ്സാകുമ്പോൾ ചെയ്യുന്നൊരു പ്രതിജ്ഞയുണ്ട്. അത് മുഴുവനായില്ലേലും കഴിവതും പാലിക്കാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് നിങ്ങൾ പറയുന്ന കാര്യങ്ങളോട് യോജിക്കാൻ കഴിയുന്നില്ല സാർ. പ്രതിജ്ഞ തേങ്ങാക്കൊല. ഞാനൊരു പ്രതിജ്ഞ എടുത്തിട്ട് തന്നെ ഈ സ്ഥാപനം തുടങ്ങിയത്. കൊണ്ടുവരുന്നത് സ്വന്തം അച്ഛനെ ആണെങ്കിൽ പോലും കാശ് വാങ്ങാതെ ചികിത്സിക്കില്ല എന്ന്. സാർ അവിടെ മിണ്ടാരി. ഞാൻ പറഞ്ഞ കാര്യങ്ങളെ മറ്റു സാറന്മാർക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു പ്രതിജ്ഞക്കാരൻ. അപ്പോ എന്ത് പറയുന്നു എന്റെ സഹപ്രവർത്തകർ?